നോക്കാൻ പോണത് ജാതി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ജാതി സർട്ടിഫിക്കറ്റിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് നോക്കാം. ജാതി സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നമുക്കറിയാം, രണ്ടും സെയിം പർപ്പസാണ്. പക്ഷേ ജാതി സർട്ടിഫിക്കറ്റ് OBC ജനറൽ വിഭാഗങ്ങൾക്കും, അതായത് SC ST ഇതര വിഭാഗങ്ങൾക്ക് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അല്ലാത്തതാണ് SC STക്ക് നൽകുന്നതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നൊന്ന് ആദ്യം ജസ്റ്റ് നോക്കാം. ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടത് ഒന്ന് ആധാറാണ്, അതുപോലെ തന്നെ റേഷൻ കാർഡാണ്. നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ഒന്ന് ആധാറാണ്, രണ്ടാമത് റേഷൻ കാർഡാണ്, മൂന്നാമത് 18 വയസ്സാവാത്ത അല്ല SSLC ബുക്ക് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അച്ഛൻ്റെ SSLC ബുക്കാണ്. അച്ഛന് SSLC ബുക്ക് ഇല്ലെങ്കിൽ അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഇനിയിപ്പോൾ അച്ഛൻ ഇല്ലാത്ത ഓർഫനായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, അമ്മയുടെ SSLC ബുക്കും പറ്റും. പിന്നെ അതും അല്ലാത്തവർക്ക് അമ്മക്കും അച്ഛനും SSLC ബുക്കും അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതിന് ഒരു വില്ലേജ് പോയിട്ട് അപേക്ഷ കൊടുത്താൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ റെയർ കേസാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും SSLC ബുക്കും അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർ തന്നെ ആവും. ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും വരുന്നൊരു കസ്റ്റമർ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം സ്കൂൾ സർട്ടിഫിക്കറ്റെങ്കിലും ഉണ്ടാക്കി വരാൻ പറയണം. കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പഠിച്ച സ്കൂളിൽ പോയാൽ ഒരു 50 രൂപേൻ്റെ 100 രൂപേൻ്റെ ഒക്കെ മുദ്ര പേപ്പറിൽ കൊടുത്താൽ സ്കൂളിൻ്റെ അഡ്മിഷൻ എക്സ്ട്രാക്റ്റ് തരും. അത് ഈ ഒരു ആവശ്യത്തിന് മാത്രമല്ല, നമ്മൾ പാസ്പോർട്ട് പോലുള്ള മറ്റാവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് അവരോട് സ്കൂളിൽ പോയി അപേക്ഷിച്ചുകൊണ്ട് അത് വാങ്ങി പറയുന്നതാവും ഒന്നും കൂടെ ബെറ്റർ. അല്ലാത്തത് റെയർ കേസാണ്. അപ്പോൾ അല്ലാത്തത് വരികയാണെങ്കിൽ നമ്മളൊരു അപേക്ഷ എഴുതിയിട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് കൊടുത്തിട്ട് ഈ കുട്ടിക്ക് ഏട്ടനോ അനിയനോ ഒക്കെ SSLC ബുക്ക് ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അപേക്ഷിക്കുക. ഇതിപ്പോൾ നോർമൽ കേസാണ്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ റെയർ കേസുകളാണ്, എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്രൂപ്പിലൊക്കെ സംശയം ചോദിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ സൈൻ ഇൻ ചെയ്ത് അപ്പോൾ നമ്മൾ സൈൻ ചെയ്തിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത കേസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ പറയണില്ല. നമ്മൾ 1-2 കേസിൽ വേറെ പറഞ്ഞു. ഇനി വരുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇത് ഒന്നുകൂടെ പറയണത് എന്താ വെച്ചാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നൊന്നും കൂടെ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. ഇതിൽ വേണ്ട ആളെ പേര്, അപ്ലിക്കൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ ഡോക്യുമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എല്ലായിടത്തും ആധാറും റേഷൻ കാർഡും ചെയ്യുക. ആധാർ കൊടുക്കുകയാണ്. ഈ ഒരു പാനൽ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേറെ വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാതെ ഒന്നിരിക്കെ ഇത് സ്കാൻ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാവും അതിൻ്റെ നെയിം വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പേര് കിട്ടില്ല. പിന്നെ പേര് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്യുന്നത് പേര് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് AppSendIലൊക്കെ. അതൊക്കെ നമുക്ക് അത് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൽ
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാനൽ വരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഉണ്ടല്ലേ, ഇതേപോലെ കാണിക്കും. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ ആധാർ. നമ്മൾ ആധാർ അപ്ലോഡ് ചെയ്യാണ്. ആധാർ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഐ ഡി കാർഡ് എന്നുള്ള സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹെഡിങ് ഒരു ഫാക്റ്റല്ല. ഏത് ഹെഡിങ്ങിൻ്റെ താഴെ വേണമെങ്കിലും ഏത് ഡോക്യുമെൻറ്റും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതെന്തായാൽ മതി, KB സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ റേഷൻ കാർഡും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് ഇനി റെലവൻറ്റ് ഡോക്യുമെൻ്റ് സർട്ടിഫൈങ് കാസ്റ്റ്. അങ്ങനെ അതാണ് ഏറ്റവും കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ എനി ഡോക്യുമെൻ്റ് പറഞ്ഞാണ്ട് വേറെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, കോപ്പി ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിൽ കാണിച്ചു തരാം. ഇനി റെലവൻറ്റ് ഡോക്യുമെൻ്റ്, ഇത് ഹെഡ് ഒരിക്കലും എന്തല്ല, ഒരു ഏത് ഹെഡിൻ്റെ താഴെ വേണമെങ്കിലും നമുക്ക് ഏത് ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യാം. ഈ സൈസ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഈ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ തൽക്കാലം എനി റെലവൻറ്റ് ഡോക്യുമെൻറ്റ് സർട്ടിഫൈങ് കാസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടിയാണ്, അപ്പം ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഉപ്പാൻ്റെ SSLC ബുക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പാൻ്റെ SSLC ബുക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു കേസ് ഉണ്ട്, ഇത് കണ്ടോ, ഇത് 139 KB ആണ്, ഒരു പേജേ ഉള്ളൂ. അപ്പോൾ നമ്മളത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ ആ ടൂള് ഓപ്പൺ ആക്കുകയാണ്. ഇതുപോലത്തെ ഒരുപാട് ടൂളുകൾ ഗൂഗിളിലുണ്ട്, ഇത് തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒരു സിമ്പിളായതുകൊണ്ടാണ് എനിക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു ടൂളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള കൺവെർട്ടറുകളും കംപ്രസറുകളൊക്കെ കിട്ടും. ഓൺലൈനായിട്ട് PDF കംപ്രസ് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അത് നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രോമിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ 96 KB ആയിട്ടുണ്ട്. ഇവിടെ സൈസ് വരിക, ഈ സൈസാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ലെവലല്ല. അപ്പം ഈ സൈസ് നോക്കുക, ഏറെക്കുറെ 100 KB തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സൈസ് ആകുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഞാനത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡിങ് സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ അണ്ടറിൽ ഇതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ നേരത്തെ കൊടുത്ത അപേക്ഷ ഇതിൽ കാണിക്കും, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത് നമ്മളിവിടെ ഈ സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് അത് സേവായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇതുപോലെ ബ്ലാങ്കായിട്ട് വന്നോളും. അപ്ലിക്കൻറ്റിൻ്റെ പേര് കൊടുക്കുക. വീണ്ടും ഇങ്ങനെ വരികയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ക്ലിയർ കൊടുത്താൽ മതി. ഇതൊക്കെ സൈറ്റിന് വരുന്ന ഇഷ്യൂകളാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സൈറ്റിന് വരുന്ന പ്രശ്നങ്ങളാണ്, അതായത് ലോഡായി വരുമ്പോൾ ഉള്ള
ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ പോയിട്ട് ഒന്നും കൂടി ഒന്ന് കാസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി. സ്റ്റേറ്റ് പർപ്പസാണ്. ഇവിടെയും തന്നെ ജനറൽ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. ഇവിടെ മാറ്റി കൊടുക്കാനൊന്നുമില്ല. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ കൊടുക്കുമ്പോൾ ജനറൽ തന്നെയാണ്. ഇത് മുസ്ലിമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റീൻ്റെ കേസിൽ പറഞ്ഞത് അത് ഹിന്ദു ആയിരുന്നു. അപ്പോൾ റിലീജിയൻ ഇസ്ലാം, OBC, ഇത് മാപ്പിളയാണ് കാസ്റ്റ് വരിക. അപ്പോൾ ഇത് ചില ഭാഗത്ത്, അതായത് കാസർഗോഡ് ആ ഭാഗത്തേക്കൊക്കെ എന്താണ് ചിലത് മുസ്ലിംസ്, ഇവിടെ മുസ്ലിം എന്നേ വരുള്ളൂ. മലബാർ ഭാഗത്തേക്ക് മിക്കവാറൊക്കെ മാപ്പിളക്കാരം. അതൊക്കെ ഓരോ SSLC ബുക്കിൽ കാണിക്കും ഏതാണെന്നുള്ളത്. ആ SSLC ബുക്കിൽ എങ്ങനെയാ വെച്ചാൽ അതുപോലെ കൊടുക്കുക, സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവുക. പേയ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് കഴിഞ്ഞാൽ സാധാ പോലെ തന്നെ ഒന്ന് സൈൻ ഔട്ട് ആവും. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തത് അവിടെ അപേക്ഷ കൊടുത്തത് പ്രോസസ്സിങ് ആയിട്ട് കാണിക്കുന്നുണ്ടോയെന്നും നമ്മൾ അപ്ലൈ ചെയ്ത് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അപേക്ഷ ഇതാണ് നമ്മൾ അപേക്ഷിച്ച കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇവിടെയും കാണിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കാണിക്കും. ഇത് രണ്ടും വില്ലേജ് ഓഫീസിൽ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്.